ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ എല്ലാ ഗ്രൂപ്പിലുമുള്ള സഹപ്രവർത്തകരെ, ഞാൻ അയ്യപ്പൻ്റെതായ പുതിയൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റോ ശരിയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കൊരു ഉറുപ്പ്യം വേണ്ട. ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു വരുമാനം വന്നെങ്കിൽ അത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നും കൊണ്ട് ഒത്തൊരുമിച്ച് പാവങ്ങൾക്ക് ദാനമായി നൽകണം. പിന്നെ നമ്മൾ അഭിനയിക്കുന്ന ഗ്രൂപ്പിലേക്കും അനാഥാലയത്തിലേക്കും അങ്ങനെ കണ്ട പലർക്കും നമുക്കത് ദാനമായി കൊടുക്കണം. എനിക്കും എൻ്റെ മക്കൾക്കോ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് പണമല്ല. നിങ്ങളുടെ പണം എന്താണെന്നല്ലേ? നിങ്ങൾ തരുന്ന പണമാണ് ഒരു സബ്സ്ക്രൈബർ, ഒരു ലൈക്കും. അത് എല്ലാവരും എനിക്ക് തന്നിരിക്കണേ. എനിക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ഗ്രൂപ്പായ നമ്മുടെ പാവപ്പെട്ട ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ഗ്രൂപ്പാണത്, എൻ്റേതല്ല, നമ്മുടെ പാവപ്പെട്ട ഗ്രൂപ്പിലേക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. മറക്കല്ലേ, ഒരു സബ്സ്ക്രൈബറും ഒരു ലൈക്കും. ഓക്കെ. കാനനവാസേനം തമ്പുരാനേ, ഏകാന്തവാസേനം ബ്രഹ്മചാരി, മണ്ഡലമാസം വ്രതവുമായി ഇരുമുടിക്കെട്ടും ശിരസിലേറ്റി, ഗുരുവിൻ്റെ പാദത്തിൽ വന്നിച്ചിട്ട് നാളികേരമൊന്നുടച്ചും കൊണ്ട് യാത്ര തുടങ്ങുന്നേ തമ്പുരാനേ, കാനനവാസേനം അയ്യപ്പനെ. വാവരുടെ കോട്ടയിൽ പേട്ടതുള്ളാൻ നിന്റെ തുണ വേണേ തമ്പുരാനേ, പമ്പയിൽ നീരാടാൻ എൻ്റെ ദേവാ അയ്യപ്പ നീ തുണയേകിടേണേ. പമ്പാവലിയർപ്പണത്തിനായി നീ തുണയേകേണേ തമ്പുരാനേ, ഗണപതി ദേവന് നാളികേരം മുട്ടറത്തും കൊണ്ട് മല കയറി കാനനയാത്ര തുടങ്ങിടുമ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ മുൻപിലുണ്ട്. നാഗത്താൻ പിന്നെ കരിമ്പുലിയും പിന്നാലെ കൂടുമ്പോൾ തമ്പുരാനേ, മുന്നിലും പിന്നിലും കാവലായി അയ്യപ്പൻ കൂടെയുണ്ടായിടേണേ. താങ്ങും തണലുമായി എൻ്റെ ദേവാ ഇടവും വലവും ഉണ്ടായിടേണേ. ശരംകുത്തിയാലിൽ ശരംകുത്തുവാൻ നിന്റെ തുണ വേണേ എൻ്റെ ദേവാ, ശബരിപീഠത്തിൽ തൊഴുതിടുവാൻ അനുഗ്രഹമേകേണേ തമ്പുരാനേ. നിന്റെ തിരുനാട പൂകിടുമ്പോൾ പൊന്നും പടി 18 കണ്ട്, പൊന്നും പടി 18 ദേവാ തൊട്ടു തൊഴുതു വണങ്ങിക്കൊണ്ട് കേറി വരാനുള്ള ഭാഗ്യം ദേവാ നീ കനിയേണമേ ബ്രഹ്മചാരി. പടി 18 കയറി ദേവാ നിന്റെ തിരുമുൻപിലെത്തിടുമ്പോൾ ഒരു നോക്കു കാണുവാൻ തമ്പുരാനേ, കനിവേഗണേ എൻ്റെ അയ്യപ്പ നീ. ഒപ്പമഭിഷേക ഭാഗ്യം കൂടി ശബരിഗിരീശ്വര നീ തരേണേ.